പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ ഡെങ്കിപ്പനി ക്രമാതീതമായി വർദ്ധിക്കുന്നത് ആശങ്ക ഉളവാക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പനി വ്യാപനത്തോതും മരണസാധ്യതയും വർദ്ധിക്കുകയാണ്. പഞ്ചായത്തിലെ കേയാപ്പറമ്പിൽ ഡെങ്കിപ്പനി മൂലം ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. ഇത് വളരെ ഗുരുതരമായ സ്ഥിതിയാണ് സംജാതമാക്കിയിട്ടുള്ളത്. വ്യാപനം തടയുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും നാട് ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനും അടിയന്തര നടപടികൾ തീരുമാനിക്കുന്നതിനും ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് മേറ്റുമാർ, രാഷ്ട്രീയ യുവജന സംഘടനാ പ്രവർത്തകർ എന്നിവരുടെ യോഗം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ ചേരുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അറിയിച്ചു. പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ഡെങ്കിപ്പനി വളരെ വ്യാപകമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഡെങ്കിപ്പനി കേസുകളുടെ എണ്ണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ അധികമാണെന്നുള്ളത് ആശങ്ക ഉളവാക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ പരിസരങ്ങളിൽ കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ മുഴുവൻ ആളുകളും വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമാണ്. പുളിക്കൽ ടൗണിനടുത്ത് കേയാപ്പറമ്പിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരണപ്പെട്ട സാഹചര്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. ഒട്ടനവധി ആളുകൾ ആശുപത്രിയിൽ ചികിത്സകളിലുണ്ട്. ഗുരുതരാവസ്ഥയിൽ ICUവിൽ കഴിയുന്ന രോഗികൾ വരെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും അതീവ ജാഗ്രതയോടുകൂടി വീടും പരിസരവും അതുപോലെ തോട്ടങ്ങളിൽ, റബ്ബർ തോട്ടങ്ങളിൽ പ്രത്യേകിച്ച് ചിരട്ട വെള്ളം സംഭരിച്ച് കൊതുക് വളരാനുള്ള സാഹചര്യം ഉളവാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ചിരട്ടകൾ നീക്കം ചെയ്യണം. പ്ലാസ്റ്റിക് കുപ്പികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മറ്റു വസ്തുക്കളിലെല്ലാം വെള്ളം കെട്ടിനിന്ന് കൂത്താടി വളരാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഒഴിവാക്കാനുള്ള ക്രമീകരണം നടത്തണം. എല്ലാ വീടുകളിലും ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ എന്ന നിലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഓരോരുത്തരും മുൻകൈയെടുത്ത് നടത്തണം. ഇത്തരം കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരാതെ മുന്നോട്ട് പോകാൻ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും തയ്യാറാവണമെന്ന് ഞാൻ വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, രാഷ്ട്രീയ യുവജന സംഘടനാ നേതാക്കന്മാർ, നമ്മുടെ തൊഴിലുറപ്പ് പ്രവർത്തകർ, അതുപോലെ കുടുംബശ്രീയുടെ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ചേർന്ന് നാടൊറ്റക്കെട്ടായി കൈകോർത്ത് ഈ വിപത്തിനെതിരെയുള്ള പോരാട്ടം നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഈ പറഞ്ഞ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള പ്രതിനിധികളുടെ പ്രത്യേകമായിട്ടുള്ളൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജനപ്രതിനിധികളും രാഷ്ട്രീയ യുവജന സംഘടനാ നേതാക്കളും നമ്മുടെ കുടുംബശ്രീ ഭാരവാഹികളും തൊഴിലുറപ്പ് മേറ്റുമാരും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരെല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്ത് നമുക്ക് ഒറ്റക്കെട്ടായി ഈ വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒന്നിച്ച് മുന്നേറാം. അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം പഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്.